അപ്പോൾ നമുക്ക് Al2O3യുടെ ബോൺ ഹേബർ സൈക്കിൾ നോക്കാം. അപ്പോൾ Al2O3 ഇതിങ്ങനെ എഴുതി വെക്കാം. ഓക്കെ, അത് സോളിഡ് സ്റ്റേറ്റിലാണുള്ളത്. ഓക്കെ, സോളിഡ് സ്റ്റേറ്റ് നമുക്ക് അതിൻ്റെ ഫോർമേഷൻ എന്തായാലും എങ്ങനെ എഴുതണമെങ്കിൽ എന്താണ് അലൂമിനിയത്തിൻ്റെ ബേസിക് സ്റ്റേറ്റിൽ, അതായത് അലുമിനിയം സോളിഡ്, ഓക്സിജൻ അതിൻ്റെ ബേസിക് സ്റ്റേറ്റ് O2. ഓക്കെ, ബാലൻസ് ചെയ്യണം, 3 വേണം. സോ 3/2, ഇത് 2 വേണം, 2 ചെയ്തു, ബാലൻസ് ചെയ്തു. ഇനി ഇത് ΔHF ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ തൽക്കാലം ഒരു ആർബിട്രറി വാല്യൂ ΔHF എന്നാണ് കൊടുക്കുകയാണ്. ശരി, എന്നിട്ട് ഇതിന് നമുക്ക് ഇനി എന്താണ് ലാറ്റിസ് എൻതാൽപ്പി കണ്ടെത്തലാണ് ബോൺ ഹേബർ സൈക്കിളിൻ്റെ ഉദ്ദേശം. സോ ഇതിനെന്ത് ചെയ്യണം? ലാറ്റിസ് എൻതാൽപ്പിയിലേക്ക് മാറ്റണമെങ്കിൽ ഡെഫിനറ്റ്ലി ആദ്യം ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റണം. എല്ലാത്തിനും ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റണം. ഇതിനെ പിടിച്ച് ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറ്റണം. ഇവിടെ 2 ഉള്ളതുകൊണ്ട് 2 ΔH സബ്ലിമേഷൻ കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറി. ഇനി ഇത് 2 അയണൈസേഷൻ എനർജി 1 ആകുമ്പോൾ ഒരു AL പ്ലസ് ആകും. കാരണം ഇത് എത്ര AL+3 ആണ് അല്ലേ? AL+3 ആണ്. സോ ഒരു അയണൈസേഷൻ എനർജി കൊടുക്കും, പിന്നെ 2 അടുത്ത അയണൈസേഷൻ എനർജി 2 കൊടുക്കും, അടുത്ത 2 അയണൈസേഷൻ എനർജി 3 കൊടുക്കും. ഇത് മേ ബി എല്ലാം കൂടിയിട്ട് ഡയറക്റ്റ് AL നിന്ന് AL3+ പോകാൻ ഒരു അയണൈസേഷൻ എനർജി അങ്ങനെ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ട് തരാം. അല്ലെങ്കിൽ ഓരോ കേസിലുള്ള അയണൈസേഷൻ എനർജി മേ ബി തരാം. അങ്ങനെ ഇത്രയും അയണൈസേഷൻ എനർജീസും കൊടുത്ത് ഇനി ഈ ഗ്യാസിനെ എന്തിലേക്ക് മാറ്റണം? ഡെഫിനറ്റ്ലി എന്താക്കണം? പൊട്ടിക്കണം. ഗ്യാസിനെ പൊട്ടിച്ചിട്ട് എന്താക്കണം? അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്സിജൻ എന്ന രീതിയിലേക്ക് മാറണം. അതിൻ്റെ ഡബിൾ ബോണ്ട് പൊട്ടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 3/2 ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ബോണ്ട് BE എന്ന് പറഞ്ഞാൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഗ്യാസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി എന്താണ്? ഈ ഗ്യാസ് എന്തിലേക്ക് മാറണം? -2ലേക്ക് മാറണം. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ 3 ΔEg കൊടുക്കും, അപ്പോൾ -1 ആവും. പിന്നെയും ഒരു 3 ΔEg കൊടുക്കും, അപ്പോൾ -2 ആവും. അപ്പോൾ അതും എത്തി. ഇനി ബാക്കി 2 സാധനം നമുക്ക് Al3+ കിട്ടി, 3O2- കിട്ടി. രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി, രണ്ടുപേരും ഗ്യാസ് സ്റ്റേറ്റിലാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഇസ് ലാറ്റിസ് എൻതാൽപ്പി. ദാറ്റ് ഇസ് നമുക്ക് പറയാൻ പറ്റും ΔHF എന്ന് പറഞ്ഞാൽ 2 അയണൈസേഷൻ എനർജി പ്ലസ് 2 അയണൈസേഷൻ എനർജി, അയണൈസേഷൻ 3, അതുകൂടി ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും എനർജി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ΔHFൻ്റെ വാല്യൂ കിട്ടും. അങ്ങനെ നമുക്ക് ലാസ്റ്റുള്ള ലാറ്റിസ് എൻതാൽപ്പിയുടെ വാല്യൂ മാത്രം ഒറ്റക്കാക്കാൻ പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റൻ നോക്കാം. ബോണ്ട് എൻതാൽപ്പീസ് ഓഫ് HH, CL ഓക്കെ ഫൈൻ, HCl ഇതാണ് ശരി. ഇത് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് HCl. അപ്പോൾ ആദ്യം എൻതാൽപ്പി ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഇതൊരു റിയാക്ഷൻ ബേസ്ഡ് ആണ് ഈ എൻതാൽപ്പീസ് ഒക്കെ. സോ റിയാക്ഷൻ എഴുതണം. HCl ഗ്യാസ്, H2 ഗ്യാസ് അതിൻ്റെ ബേസിക് സ്റ്റേറ്റ്, Cl2 ഗ്യാസ് അതിൻ്റെ ബേസിക് സ്റ്റേറ്റ്. ഹാഫ് എന്തുകൊണ്ടാണ്? കാരണം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ശരി, അപ്പോൾ ഇതാണ് ഈ ഒരു ഇക്വേഷൻ. ദാറ്റ് ഈസ് എൻതാൽപ്പി ഫോർമേഷൻ്റെ ഇക്വേഷൻ തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് HHൻ്റെ ബോണ്ടിൻ്റെ ബ്രേക്കിംഗ്? നമുക്കിനി ΔH, ഈ ഒരു ഇക്വേഷൻ്റെ ΔH തന്നെയാണ് ΔH ഫോർമേഷൻ. അപ്പോൾ ΔHൻ്റെ വാല്യൂ കണ്ടെത്താൻ നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ഫോർമാറ്റിൽ അറിയാം. കാരണം എന്തുകൊണ്ട്? ഇവിടെ നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ HHൻ്റെ ബോണ്ട് പൊട്ടിക്കാൻ എത്ര എനർജി? 435 ആണ്. സോ ഇവിടെ ഹാഫ് എന്തുകൊണ്ട്? ഇവിടെ മോൾസ് ഹാഫ് ഉള്ളതുകൊണ്ട് 1/2 × 435 പ്ലസ് 1/2 × Cl2യുടെ ബോണ്ട് പൊട്ടിക്കാൻ ദാറ്റ് ഈസ് 243 മൈനസ്, കാരണം HCl ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തോട്ടേക്ക് എനർജി, ദാറ്റ് മീൻസ് എനർജി എമിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ഗിവൺ ദാറ്റ് 431. ഇതാണ് ΔH. ഉത്തരം കണ്ടെത്താം ആയി. തന്നെ സെയിം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഡിസോസിയേഷൻ എനർജി ഓഫ് CH4, C2H. ഇതിൻ്റെ ആവശ്യമില്ല. C2H6 ആണ്. ആർ റെസ്പെക്റ്റീവ്ലി 360 ആൻഡ് 620. ദ ബോണ്ട് എനർജി ഓഫ് CC ബോണ്ട് വുഡ് ബി. അപ്പോൾ CC ബോണ്ടിൻ്റെ, അപ്പോൾ നമുക്ക് CH4ൻ്റെ ഡിസോസിയേഷൻ എനർജി ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ CH4ൻ്റെ ഡിസോസിയേഷൻ എനർജി തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു H. അപ്പോൾ ആ കംപ്ലീറ്റ് എല്ലാ CH ബോണ്ട്, ദാറ്റ് മീൻസ് 4 CH ബോണ്ട്. അപ്പോൾ ഓരോ CH ബോണ്ടിൻ്റെ എനർജി നമുക്ക് X എന്ന് വിളിക്കാം. 4X = അവിടെ തന്നിട്ട് 360. അങ്ങനെ ആകുമ്പോൾ Xൻ്റെ വാല്യൂ ദാറ്റ് ഈസ് എത്ര? 90. അപ്പോൾ ഒരു CH ബോണ്ട് പൊട്ടിക്കാൻ എടുക്കുന്ന എനർജി ദാറ്റ് ഈസ് 90 എന്ന് പറയാൻ പറ്റും. 90 കിലോ ജൂളാണ് അല്ലെ കിലോ കാലറിയിലാണ്. സോ കിലോ കാലറി. ശരി, ഇനി ബോണ്ട് എനർജീസ് ഓഫ് CC ബോണ്ട് വുഡ് ബി. അപ്പോൾ നമുക്ക് C2H6ലുള്ള എല്ലാ ബോണ്ട്സും പൊട്ടിക്കാനുള്ള എനർജി തന്നിട്ടുണ്ട്. സോ C2H6 എന്ന് പറഞ്ഞാൽ CC H ഇതിലുള്ള എല്ലാ ബോണ്ട്സും പൊട്ടിക്കാനുള്ള എനർജി ദാറ്റ് ഈസ് 620 ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്തൊക്കെ എനർജീസാണ് അതിനകത്ത് ഉണ്ടാവുക, ഏതൊക്കെ ബോണ്ട്സ് പൊട്ടിക്കാൻ എനർജി ആയിരിക്കും. ഈ 620 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബോണ്ട്സ് പൊട്ടിക്കാൻ എനർജി ആയിരിക്കും? ഒന്ന് കാർബൺ ബോണ്ട് പൊട്ടിക്കാൻ എനർജി, അതാണ് കണ്ടെത്താൻ പറയുന്നത്. പിന്നെ ഉള്ളത് എത്ര കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ അങ്ങനെ 6 കാർബൺ ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ട്. സോ 6 × കാർബൺ ഹൈഡ്രജൻ പൊട്ടിക്കാനുള്ള എനർജി ദാറ്റ് ഈസ് 90. നമ്മൾ നേരത്തെ കണ്ടെത്തിയുള്ളൂ. സോ 90. സോ 620 മൈനസ് 96 540 ഇസ് ഇക്വൽ ടു ഒരു കാർബൺ ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി ദാറ്റ് ഈസ് ഇക്വൽ ടു 620 മൈനസ് 540 0 12 5 8. സോ 80 എന്നുള്ള ഉത്തരം കിട്ടും. അതാണ് ഉത്തരം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എസ്റ്റിമേറ്റ് ദി ആവറേജ് SF ബോണ്ട് എൻതാൽപ്പി. ദാറ്റ് മീൻസ് SF ബോണ്ട് പൊട്ടിക്കാനുള്ള ആ ഒരു എനർജിയാണ് കണ്ടെത്താൻ പറയുന്നത്. ഓക്കെ, ഇൻ SF6
ദ വാല്യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് SF6. സോ ഫോർമേഷൻ ഓഫ് SF6ൻ്റെ ഇക്വേഷൻ അങ്ങനെ എഴുതാൻ അതിൻ്റെ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട് സാർ. ഓക്കെ, ഇതിങ്ങനെ എഴുതാൻ ഒന്ന് എസ്, അത് എന്ത് സ്റ്റേറ്റിലാവണം? അത് സോളിഡ്, അതിൻ്റെ ബേസിക് സ്റ്റേറ്റ് സോളിഡ്, സൾഫറസ് സോളിഡിലാണ് ബേസിക് സ്റ്റേറ്റ്. പിന്നെ 3F2 ഗ്യാസ്, എന്തുകൊണ്ട് 3 ഇവിടെ 3 to 6 കറക്റ്റ് വരുന്നുണ്ട്. ഇത് ഗ്യാസ് സ്റ്റേറ്റിലാണ്. ശരി, ഈ ഒരു ഇക്വേഷൻ ഡെൽറ്റ എച്ച് ഫോർമേഷൻ്റെ ഇക്വേഷൻ ആണ്. ആൻഡ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ ഈസ് ഗിവൺ ദാറ്റ് ഈസ് മൈനസ് ഒരു വൺ കൂടി വേണം അല്ലേ, ഇവിടെ മാതിരി വൃത്തിക്ക് എഴുതാം 1100. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡെൽറ്റ എച്ച് ഫോർമേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് ഓഫ് ദ റിയാക്ഷൻ. എസ് സോളിഡിലേക്ക് എത്തണം, റൈറ്റ്. ഇനി ഇത് ബോണ്ട് എൻതാൽപ്പിയുടെ ഫോർമേഷൻ്റെ ഏരിയയിലേക്ക് ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ ബോണ്ട് എൻതാൽപ്പിയുടെ നമുക്ക് ഒരു ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ഇങ്ങനെ ഒന്നെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ എന്താണ് ഫോർമേഷൻ എൻതാൽപ്പിയുടെ ടേംസിൽ എഴുതാം, അല്ലെങ്കിൽ എന്താണ് കമ്പഷൻ്റെ ടേംസിൽ എഴുതാൻ പറ്റും. പല രീതിയിൽ ടേംസിൽ എഴുതാൻ പറ്റും. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ എന്താണ് ബോണ്ട് ഡിസോസിയേഷൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ അങ്ങനെ എഴുതാൻ എസ് സോളിഡ് ഗ്യാസിലേക്ക് പോയിക്കാൻ നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു മോൾ പർട്ടിക്കുലർ സാധനത്തിലുള്ള ബോണ്ട്സ് പൊട്ടിക്കാൻ എടുക്കുന്ന എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒരു ഗ്യാസിലേക്ക് മാറ്റണം. സോ സബ്ലിമേഷൻ എനർജി ദാറ്റ് ഇസ് ഗിവൺ എസ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് എസ് ഗ്യാസ്, ദാറ്റ് മീൻസ് എസ് സോളിഡിൽ നിന്ന് ഗ്യാസിലേക്ക് പോകാനുള്ള എനർജി ദാറ്റ് ഇസ് 275. സോ 275 പ്ലസ് പിന്നെ എത്ര 3 F2 ഗ്യാസിൻ്റെ ബോണ്ട് പൊട്ടിക്കാൻ. സോ 3 into F2 ഗ്യാസിൻ്റെ ഫോർമേഷൻ, വേറെ എഫ് ഗ്യാസ് കണ്ട എഫ് ഗ്യാസ് എന്ന് ഫോർമേഷൻ്റെ താല്പര്യമാണ്. ദാറ്റ് മീൻസ് എഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് എഫ് ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. സോ അതിൻ്റെ ദാറ്റ് ഇസ് ഗിവൺ 80. സോ എത്രയാണ് 3 times 80 എന്ന് പറയാൻ പറ്റും. പ്ലസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, SF ബോണ്ട് പിന്നെ മൈനസ് SF ബോണ്ട് ക്രിയേറ്റ് ആയതായാലുണ്ട്. എത്ര SF ബോണ്ട് ഉണ്ട്? 6 SF ബോണ്ട് ഉണ്ട്. സോ 6x SF ബോണ്ട് പൊട്ടിക്കാൻ എനർജി x ആയിട്ട് എടുക്കാം. സോ ഇവിടെ നിന്ന് ഈ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദി റെസൊണൻസ് എനർജി കണ്ടെത്താണ് പറയുന്നത്. ഫോർ ദ എനർജി ഓഫ് N2O ഫ്രം ദി ഫോളോയിങ് ഡാറ്റ. ഇഫ് ഡെൽറ്റ എച്ച് ഓഫ് N2O ഈസ് 82 kilojoules. സോ ഡെൽറ്റ എച്ച് ഓഫ് N2O വന്നിട്ടുണ്ട്. സോ N2Oൻ്റെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് N2O ഗ്യാസ് ആയിരിക്കും. എന്തിലൊക്കെ ഫോം ആവുന്ന ഒന്ന് N2 ബേസിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ N2ൽ നിന്ന് N2 ഗ്യാസിൽ നിന്നും ഹാഫ് O2 ഗ്യാസിൽ നിന്നുമാണ് ഫോം ആവുക. ഓക്കെ, ശരി. ഇനി ഇതിൻ്റെ ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 82 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡെൽറ്റ എച്ച് കണ്ടെത്താൻ മറ്റൊരു മെത്തേഡ് ഉണ്ട്. എന്താണ്? ഓരോന്നും ബോണ്ട് ഡിസോസിയേഷൻ തന്നിട്ടുണ്ട്. ഡെൽറ്റ എച്ച് റിയാക്ഷൻ ഇതിൻ്റെ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ തന്നെയാണ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ, ബിക്കോസ് നമ്മൾ അതിനനുസരിച്ചുള്ള റിയാക്ഷനാണ് എഴുതിയിട്ടുള്ളത്. ഡെൽറ്റ എച്ച് കണ്ടെത്താൻ വേറൊരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഓരോ ബോണ്ട്സിൻ്റെ അനലൈസ് ചെയ്തിട്ടുള്ള ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ടേംസ്. ദാറ്റ് മീൻസ് N2 ഗ്യാസ് അത് പൊട്ടിക്കാനുള്ള എനർജി എത്രയാണ്? N തമ്മിലുള്ള ട്രിപ്പിൾ ബോണ്ടാണ്. സോ ട്രിപ്പിൾ ബോണ്ട് ദാറ്റ് ഈസ് 946. സോ നമുക്ക് പറയാം 946 പ്ലസ് ഹാഫ് ഇൻറ്റു ഓക്സിജൻ ബോണ്ട് പൊട്ടിക്കാനുള്ളത് ദാറ്റ് ഈസ് 498 പ്ലസ് അല്ല, ഇനി അടുത്ത മൈനസ്, കാരണം ഈ N2O ഫോം ചെയ്ത് കഴിഞ്ഞാൽ. സോ N2O എങ്ങനെ ഉണ്ടാവാൻ? N2O ഇത് ഈ രീതിയിലാണ് ഉണ്ടാവാൻ. രണ്ട് NN ബോണ്ട് ഉണ്ട്. സോ NN ബോണ്ടിൻ്റെ മൈനസ് 418 മൈനസ് ഒരു NO ബോണ്ട് ഉണ്ട്. സോ NO ബോണ്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് -607. സോ അത് കറക്റ്റാണ് നോക്കട്ടെ. 946 ഓക്കെ 41607. അപ്പോൾ ഇത് തന്നെയാണ് ആക്ച്വലി ഡെൽറ്റ എച്ച് ഫോർമേഷൻ. ഇപ്പോൾ ഡെൽറ്റ എച്ച് ഫോർമേഷൻ്റെ വാല്യൂ എത്ര കിട്ടിയ 170 എന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നത് വെച്ചാൽ എത്രയാണ്? 82 ആണ് പുറത്തോട്ടേക്ക് വരുന്നതെന്നാണ്. നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്? നമ്മൾ 170 കൊടുക്കേണ്ടി വരും എന്നാണ്. ഇവർ പറയുന്നത് വെച്ചാൽ ഡെൽറ്റ എച്ച് ഫോർമേഷൻ 82 ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇപ്പോൾ കുറച്ച് എനർജി ഡെഫിനറ്റ്ലി ഇവിടെ റെസൊണൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് റെസൊണൻസ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഇവിടെ ഓക്കെ ഈ മൈനസ് ഇങ്ങോട്ടേക്ക് പോയി, അത് ഈ ഒരു പോസിറ്റീവ് ഇങ്ങോട്ടേക്ക്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നതാണ്. ഇവിടെ റെസൊണൻസ് നടക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ റെസൊണൻസിൻ്റെ കാര്യം നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ നോർമലായിട്ട് ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ടേംസിൽ ഡെൽറ്റ HF എഴുതുന്ന സമയത്ത് നമ്മൾ റെസൊണൻസിൻ്റെ കാര്യം ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് നമുക്ക് കിട്ടിയ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും എന്ത് റെസൊണൻസ് എനർജി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഒബ്സർവ്ഡ് വാല്യൂ ദാറ്റ് ഈസ് 82 മൈനസ് കാൽക്കുലേറ്റഡ് വാല്യൂ ദാറ്റ് ഈസ് 170. അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു എക്സ്ട്രാ എനർജിയാണ് എന്ത് റെസൊണൻസ് എനർജി എന്ന് പറയാൻ പറ്റും. സോ കാൽക്കുലേറ്റ് റെസൊണൻസ് എനർജി ഓഫ് ബെൻസീൻ ഡെൽറ്റ HF തന്നിട്ടുണ്ട് C6H. ഡെൽറ്റ HF വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിൻ്റെ ബേസിക് ഇക്വേഷൻ എഴുതി നോക്കുക. ഇങ്ങനെ ഒരു മോൾ എന്തൊക്കെയാണ് 3H2 എന്ന്. ഓക്കെ, ഗ്യാസസ് പ്യൂർ സ്റ്റേറ്റ് ആണ്. സോളിഡ് ഓക്കെ പ്യൂർ സ്റ്റേറ്റ് ആണ്. ഇനി റെസൊണൻസ് എനർജിനെ പറ്റി ചിന്തിക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ സോളിഡിനെ റെസൊണൻസ് എനർജി നല്ല ആദ്യം ഇതിൻ്റെ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയുടെ ടേംസിൽ എഴുതണമെങ്കിൽ ഇവനെല്ലാം പിടിച്ച് ഗ്യാസിലേക്ക് മാറ്റണം. കാരണം ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഈസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ഗ്യാസസ് ആണ്. സോ നമ്മൾ ഗ്യാസിലേക്ക് മാറ്റണമെങ്കിൽ ഐദർ സബ്ലിമേഷൻ എനർജി കൊടുക്കാം അല്ലെങ്കിൽ എന്താ അറ്റോമൈസേഷൻ എനർജി കൊടുക്കാം. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു അറ്റോമൈസേഷൻ എനർജി എന്ന് കൊടുക്കണം. 6 അറ്റോമൈസേഷൻ എനർജി പ്ലസ് എത്രയാണ് 3 ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് HH പിന്നെ മൈനസ്
ഇനി ബോണ്ട്സ് എന്തൊക്കെ ബോണ്ട് ആവുന്നുണ്ട്? സി എത്ര 6 CC ബോണ്ട്, 3 CC ബോണ്ട് കാണിക്കുന്നത്. ഇവിടെ 6 CC ബോണ്ടാണ് വേണ്ടതെന്ന് തോന്നുന്നു. 1 2 3 4 5 6 CC ബോണ്ട് ഉണ്ട്. ഓക്കെ, 3 C ഡബിൾ ബോണ്ട് C ബോണ്ട് ഉണ്ട്, പിന്നെ 6 CH ബോണ്ട്സ് ഉണ്ട്. ഓക്കെ, ആ മൈനസ് ഒക്കെ കറക്റ്റാണ്. ശരി, ഇത് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ഈ വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ റെസൊണൻസ് എനർജിയും കിട്ടും. ഓക്കെ, അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇതെന്താണിത്? ദ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് NH3 ഈസ് -46 കിലോ ജൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് NH3 ഫോം ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ, ഡയറക്റ്റ് ഇക്വേഷൻ നല്ല 1 മോൾ ആയിരിക്കണം. പിന്നെ N2 നിന്നാണ് ഫോം ചെയ്യേണ്ടത്. ഒറ്റ എണ്ണ എഴുതുന്നുണ്ട്, ഹാഫ് കൊടുക്കാം. പ്ലസ് 3 H2 ഉണ്ട്, സോ H2 കൊടുക്കാം, ഗ്യാസ് കൊടുക്കാം. 3 കിട്ടണമെങ്കിൽ ഐ തിങ്ക് 3/2 H2 എന്നുള്ള രീതിയിൽ വരും. ഫൈൻ. എന്താണ് ഇഫ് ദി എൻതാൽപ്പി, ഇതിന് ഡെൽറ്റ എച്ച് തന്നിട്ട് -46 ആട്ടോ. ഇഫ് ദി എൻതാൽപ്പി ഫോർമേഷൻ ഓഫ് H2 ഫ്രം ഇറ്റ്സ് ആറ്റംസ് ഈസ്, H2 ഫോർമേഷൻ ഫ്രം ഇറ്റ്സ് ആറ്റം, ദാറ്റ് മീൻസ് H അല്ലെങ്കിൽ എന്താ സെപ്പറേറ്റ് ആയിട്ട് Hൽ നിന്ന് H2 ഫോം ചെയ്യുന്ന ആ ഒരു എനർജി -46 ആണെങ്കിൽ H2 ബ്രേക്ക് ചെയ്യാൻ എടുക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ നേരെ -46ൻ്റെ പകരം നമ്മൾ പ്ലസ് ആക്കേണ്ടി വരും. ആ H2 ബ്രേക്ക് ചെയ്യാനുള്ളത് H നിന്ന് H2 ഉണ്ടാകാനുള്ള എനർജി -436 ആണെങ്കിൽ H2 ബ്രേക്ക് ചെയ്തിട്ടുണ്ടാകുന്ന എനർജി നേരെ ഓപ്പോസിറ്റ്, ദാറ്റ് ഈസ് +436 എന്ന് പറയാൻ പറ്റും. സോ നമുക്ക് ആദ്യം ഹാഫ് ഇൻറ്റു N2 അതേപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവർ. N2 -7.1, പക്ഷേ അത് മൈനസ് ഓപ്പോസിറ്റ് ആവും 712 എന്ന രീതിയിലാണ്. കാരണം ഇത് N2 ഫോർം ചെയ്യാനുള്ള എനർജിയാണ്. സോ ആ N2 ബ്രേക്ക് ചെയ്ത് Nലേക്ക് മാറണമെങ്കിൽ ദാറ്റ് ഈസ് 712 ആണ്. പ്ലസ് 3/2 ഇൻറ്റു 436 മൈനസ് ഇനി എത്ര ഉണ്ടാവുന്നത്? എന്താ ഉണ്ടാവുന്നത്? -NH3 ആണ് ഉണ്ടാവുന്നത്. ആൻഡ് അതിൻ്റെ എനർജി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടെ എത്ര NH3 ബോൺസിന്? 3 NH3 ബോൺസിന്. സോ 3x ദാറ്റ് ഈസ് ഈക്വൽ ടു അവർ വന്നിട്ടുണ്ട്. ഈ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ, ദാറ്റ് ഈസ് ഡെൽറ്റ എച്ച് ഫോർമേഷൻ, ആൻഡ് ദാറ്റ് വാല്യൂ ഈസ് -436 -46 കേട്ടോ. -46 ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, കാൽക്കുലേറ്റ് ദി എൻതാൽപ്പി ഓഫ് ഫോളോയിങ് ഹോമോജനസ് റിയാക്ഷൻ ആണ് പറയുന്നത്, CH3COOH. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം റിയാക്ഷൻസ് എഴുതി വെക്കുക, അത് എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ഇനി ഇവിടെ നമുക്ക് ബോണ്ട് ഡിസോസിയേഷൻ എനർജീസിൻ്റെ ടേംസിലാണ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ബോണ്ട്സ് എന്തൊക്കെയാണ് പൊട്ടുന്നത്? ഒരു CC ബോണ്ട് പൊട്ടുന്നുണ്ട്. സോ CC ബോണ്ട് പൊട്ടുന്നുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് ഇസ് ഈക്വൽ ടു ആദ്യം ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് CC പ്ലസ് എത്ര CH3 CH ബോണ്ട്സ് എത്ര പൊട്ടുന്നുണ്ട്? 3 CH ബോണ്ട്സ് പൊട്ടുന്നു. സോ 3 ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് CH. ഇവിടെ വാല്യൂസ് ഉണ്ട് കേട്ടോ, 4 പിന്നെ ഓക്കെ, ബോണ്ട് പൊട്ടി. ഇനി ഓക്സിജൻ്റെ കേസിൽ നോക്കുന്ന സമയത്ത് 2 ടൈംസ് ഓക്സിജൻ്റെ ബോണ്ട്സ് പൊട്ടുന്നു. സോ ഓക്സിജൻ ബോണ്ട് ദാറ്റ് ഈസ് 610 മൈനസ് ഇനി ബോണ്ട് ഫോർമേഷൻ. സോ ബോണ്ട് ഫോർമേഷൻ ആകുമ്പോൾ പുറത്തോട്ടേക്ക് എനർജി. സോ മൈനസ് എന്തൊക്കെയാണ് ഫോം ആവുന്നത്? ഒന്ന് CO ബോണ്ട് ഫോം ആവുന്നുണ്ട്. സോ ഒരു CO ബോണ്ട് അവിടെ എഴുതി വെക്കാം. പിന്നെ ഒരു OH ബോണ്ട് ഫോം ആവുന്നുണ്ട്, OH ബോണ്ട്. ഓക്കെ, പിന്നെ മൈനസ് എന്താണ് 2 ടൈംസ് ഒരു C ഡബിൾ ബോണ്ട് ഫോം ആവുന്നുണ്ട്. C ഡബിൾ ബോണ്ട് ഫോം അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. C ഡബിൾ ബോണ്ട് ഫോം ആവുന്നുണ്ട്. പിന്നെ ഇതിന് നമ്മൾ ബോണ്ട് ഡിസോസിയേഷൻ്റെ കാര്യം മാത്രമല്ല, ഇവിടെ ഇടയ്ക്കിടയ്ക്ക് റെസൊണൻസ് ഉണ്ട്. എവിടെയൊക്കെ റെസൊണൻസ്? ഇവിടെ റെസൊണൻസ് നടക്കുന്നുണ്ട്, ഇവിടെ റെസൊണൻസ് നടക്കുന്നുണ്ട്. സോ ആ റെസൊണൻസ് എനർജിയുടെ മാഗ്നിറ്റ്യൂഡ്സ് അവിടെ വന്നിട്ടുണ്ട്. എന്താണ്? 1182 140. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും മനസ്സിലാക്കേണ്ട വെച്ചാൽ -1 -1182 -140. എന്തുകൊണ്ടാണ്? പുറത്തോട്ടേക്ക് എനർജി എമിറ്റ് ചെയ്യാണ്. റെസൊണൻസ് എനർജി എപ്പോഴും കൂടുതൽ സ്റ്റേബിൾ ആക്കുക ചെയ്യാണ്. കൂടുതൽ സ്റ്റേബിൾ ആക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആറ്റത്തിൻ്റെ എനർജി അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ എനർജി കുറയുന്നുണ്ട്. ദാറ്റ് മീൻസ് പുറത്തോട്ടേക്ക് എനർജി എമിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് മൈനസ് കൊടുത്തതെന്നുള്ള കാര്യം മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് ഇനി ഇവിടെയുള്ള എല്ലാ വാല്യൂസും ഗീവൺ ആണ്. ഉത്തരം കൊടുക്കുക, ലാസ്റ്റ് ഫൈനൽ ആൻസർ കിട്ടും. ഇനി നമുക്ക് അടുത്ത് പോകാനുള്ളത് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്കാണ്. നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ കംപ്ലീറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ നമ്മൾ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പരിപാടികളാണ്. ഓക്കെ, ഓരോ വർക്ക് ഡണും ഹീറ്റ് എക്സ്ചേഞ്ചും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് ലോയിൽ പഠിച്ചത്. പക്ഷേ സെക്കൻഡ് ലോയിൽ നമ്മൾ മെയിനായിട്ട് ഒരു റിയാക്ഷൻ നടക്കുകയോ ഇല്ലയോ, അല്ലെങ്കിൽ റിയാക്ഷൻ്റെ സ്പോണ്ടേനിറ്റി അല്ലെങ്കിൽ റിയാക്ഷൻ്റെ നടക്കാൻ സാധ്യത, അതിനെപ്പറ്റിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരു സ്റ്റേറ്റ് 1 സ്റ്റേറ്റ് 2ലേക്ക് ഏതോ റിയാക്ഷൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ക്വാണ്ടിറ്റീസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോ ആണ് ഫ്ലോ ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ഒരു ചൂട് കപ്പ് ചായ T1 T2, T1 ഗ്രേറ്റർ ദാൻ T2 ആണെങ്കിൽ ഡെഫിനറ്റ്ലി കുറച്ച് കഴിഞ്ഞാൽ എന്താവും? ചൂട് ചായയിൽ നിന്ന് തണിഞ്ഞ ചായയിലേക്ക് മാറും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ. അത് നമ്മൾ ആരും തണുപ്പിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കായിട്ട് തണിഞ്ഞോളും. അതൊരു സ്പോണ്ടേനിയസ് പ്രോസസ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. ഒറ്റയ്ക്ക് തന്നെ നടന്നു പോകും. ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹീറ്റൊക്കെ നമുക്ക് MS ഡെൽറ്റ T ഒക്കെ കണ്ടെത്താനുള്ള മെത്തേഡൊക്കെ നമുക്കറിയാം. ശരി, ഇനി അഥവാ T2 ഗ്രേറ്റർ ദാൻ T1 ആണെങ്കിൽ, T2 ഗ്രേറ്റർ ദാൻ T1 എന്ന് പറഞ്ഞാൽ തണുത്ത ചായ ചൂടുള്ള ചായയിലേക്ക് മാറണമെങ്കിൽ ഒറ്റയ്ക്ക് മാറില്ല. നമ്മൾ അടുപ്പത്ത് വെക്കാണ്ട് ഒരു കാര്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും ഒരു തണുത്ത ചായ ചൂട് ചായയിലേക്ക് മാറുന്നില്ല.
അപ്പോൾ അതിൻ്റെ റീസൺ എന്താ കാര്യങ്ങളൊന്നും ആർക്കും ഒന്നും അറിയില്ല. പക്ഷേ അത് ഒറ്റയ്ക്ക് നടക്കൂല, നമ്മൾ തന്നെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഏജൻറ്റ് വെച്ചിട്ട് ചെയ്യേണ്ടി വരും, ചൂടാക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ലിമിറ്റേഷൻസ് ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലോ എന്താണ്, എന്ത് പ്രോസസ്സാണ് എപ്പോഴാണ് നടക്കുക, എങ്ങനെയൊക്കെ നടക്കും എന്നുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞു തരുന്നില്ല. ഇറ്റ് ഈസ് ക്ലൂസേഴ്സ് അബൌട്ട് വൈ സം പ്രോസസ് ഹാപ്പൺ ഓൺ ദിയർ ഓൺ. ചില പ്രോസസ്സ് എന്തുകൊണ്ടാണ് സ്പോണ്ടേനിയസ്, ചില പ്രോസസ്സ് എന്തുകൊണ്ടാണ് നോൺ സ്പോണ്ടേനിയസ് എന്നുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നില്ല. ജസ്റ്റ് അവർ അതിൻ്റെ ഉള്ളിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെ അളവും കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. ഫസ്റ്റ് ലോ ക്യാനോട്ട് എക്സ്പ്ലെയിൻ ദി ഡയറക്ഷൻ ഓഫ് ഹീറ്റ് ഫ്ലോ. എവിടുന്ന് എവിടത്തേക്കാണ് ഹീറ്റ് പോകുന്നതെന്നുള്ള കാര്യം ഫസ്റ്റ് ലോക്ക് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇറ്റ് ക്യാനോട്ട് എക്സ്പ്ലെയിൻ ദി സ്പോണ്ടേനിറ്റി ഓഫ് ദി പ്രോസസ്. ഓക്കെ, ഇനി ക്രൈറ്റീരിയ ഓഫ് സ്പോണ്ടേനിറ്റി നമ്മൾ കുറേ സയൻറ്റിസ്റ്റുമാർ ആദ്യം ചിന്തിച്ച്, ഓക്കെ ഡെൽറ്റ എച്ച് ആയിരിക്കും. അപ്പോൾ കുറച്ച് സയൻറ്റിസ്റ്റുമാർ പറഞ്ഞു ശരി ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് സ്പോണ്ടേനിയസ് പ്രോസസ്. ദോസ് പ്രോസസ് വിച്ച് ആർ എൻഡോതെർമിക് ആർ നോൺ സ്പോണ്ടേനിയസ് ആൻഡ് ദോസ് പ്രോസസ് വിച്ച് ആർ എക്സോതെർമിക്, ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഇസ് നെഗറ്റീവ്, ആർ സ്പോണ്ടേനിയസ് എന്നാണ് പറയുന്നത്. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷൻസ് സ്പോണ്ടേനിയസും എൻഡോതെർമിക് റിയാക്ഷൻസ് നോൺ സ്പോണ്ടേനിയസ് ആണെന്ന് പറയുന്നത്. പക്ഷേ അത് കുറേ ഇടത്തൊക്കെ നടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എന്താണ് ചായയുടെ കേസിൽ തന്നെ, ചായയുടെ കേസിൽ വർക്ക് ആവുന്നുണ്ട്. കാരണം വെച്ചാൽ എന്താണ്, ചായ ഇപ്പോൾ ചൂട് ചായൻ്റെ കേസിലാണെങ്കിൽ പുറത്തോട്ടേക്ക് എനർജി വിടുന്നത്, അപ്പോൾ എക്സോതെർമിക് അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്നുണ്ട്. ശരി, ഇനി എൻഡോതെർമിക് നമ്മൾ ചായ സ്വന്തമായിട്ട് ചൂടാക്കണം, അപ്പം ഉള്ളോട്ടേക്ക് കൊടുക്കണം, അത് നോൺ സ്പോണ്ടേനിയസ് തന്നെയാണ്. അപ്പോൾ അത് നടക്കുന്നുണ്ട്. പക്ഷേ അത് എപ്പോഴും ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇവാപ്പറേഷൻ, നമ്മളിപ്പം നിലത്തൊരു വെള്ളം മറിഞ്ഞു വെച്ചോ, ആ വെള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങിപ്പോവും, അത് പേപ്പറായിട്ട് പറന്നു പോയിട്ടുണ്ടാകും. പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആരും ചെയ്യാണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഉണങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ല അതൊരു എൻഡോതെർമിക് ആണ് എക്സോതെർമിക് ആണോ, അത് ആക്ച്വലി ഒരു എൻഡോതെർമിക് ആണ്. അത് എനർജി അബ്സോർബ് ചെയ്തിട്ടാണ്. ബിക്കോസ് എന്ത് സാധനവും വേപ്പറൈസ് ആവുന്നുണ്ടെങ്കിൽ അതൊരു എൻഡോതെർമിക് ആണ്. പക്ഷേ എൻഡോതെർമിക് ആണെങ്കിൽ പോലും ഇവർ പറഞ്ഞ വെച്ചാൽ എൻഡോതെർമിക് റിയാക്ഷൻസ് നോൺ സ്പോണ്ടേനിയസ് ആണെന്നാണ്. അപ്പോൾ ഇതൊരു എൻഡോതെർമിക് റിയാക്ഷൻ, അപ്പോൾ ഇതൊരു നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആവേണ്ടതല്ലേ. പക്ഷേ അല്ല, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇത് വേപ്പറായിട്ട് മാറുന്നുണ്ട്, ഒരു നിലത്ത് വീണ വെള്ളം. അതിൻ്റെ റീസൺ ആർക്കും അറിയില്ല. ദാറ്റ് മീൻസ് ഡെൽറ്റ എച്ച് ഈസ് നോട്ട് എ ക്രൈറ്റീരിയ ഫോർ സ്പോണ്ടേനിറ്റി എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നെ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ഓക്കെ എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റം, ചേഞ്ച് ഇൻ എൻട്രോപ്പി ഓഫ് സിസ്റ്റം മേ ബി ഒരു ക്രൈറ്റീരിയ ആവാം. അപ്പോൾ നമ്മൾ ചൂട് ചായയുടെ കേസ് തന്നെ നോക്കുന്ന സമയത്ത് എന്താണ്, ചൂട് ചായയുടെ കേസ് ഓക്കെ ഇനീഷ്യലി നല്ല എൻട്രോപ്പി ഉണ്ട്, ഓക്കെ കറക്റ്റാണ്. അപ്പോൾ നേരത്തെ ആ വെള്ളം മറിഞ്ഞ കേസ് ആൾക്കാർ പറയും ശരി അത് ശരിയാണ്. അങ്ങനെയാണെങ്കിൽ വെള്ളം മറിഞ്ഞത് എന്തുകൊണ്ടാണ് നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എൻട്രോപ്പി കൂടുന്നതാണ്. ബിക്കോസ് ഗ്യാസിൽ അധികവും നല്ല എൻട്രോപ്പിയാണ്, ലിക്വിഡിലായിട്ട് നിൽക്കുന്ന സമയത്ത് എൻട്രോപ്പി കുറവാണ്, അതുകൊണ്ട് എൻട്രോപ്പി സിസ്റ്റം കൂടുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എൻട്രോപ്പി മേ ബി ഒരു ക്രൈറ്റീരിയ ആവാം ഫോർ സ്പോണ്ടേനിറ്റി. പക്ഷേ വേറൊരു എക്സാമ്പിൾ വരുമ്പോൾ സമയത്ത് എന്താണ് ചൂട് ചായ അതിങ്ങനെ തണിയുന്നത്. ഇപ്പോൾ ചൂട് ചായയിൽ അത്യാവശ്യം നല്ല എൻട്രോപ്പി ഉണ്ട്. എന്തുകൊണ്ടാണ് ഡിഗ്രി ഓഫ് റാൻഡംനെസ്, കാരണം ചൂടുണ്ട്, നല്ല കൈനറ്റിക് എനർജിയാണ്, അപ്പോൾ പാർട്ടിക്കിൾസ് നല്ല സ്പീഡായിട്ട് അനങ്ങും. ചൂട് ചായ അപ്പോൾ നല്ല എൻട്രോപ്പിയിൽ നിന്ന് കുറഞ്ഞ എൻട്രോപ്പിയിലേക്ക് പോകുന്നുണ്ട്, തണിഞ്ഞ ചായയിലേക്ക് മാറുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ടാണ് പോകുന്നത്, അത് സ്പോണ്ടേനിയസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി കോൺട്രാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. നേരത്തെ പറഞ്ഞ കാര്യം എൻട്രോപ്പി കൂടാൻ വേണ്ടിയാണ് കളിക്കുന്നതെന്നുള്ള കാര്യം കോൺട്രാസ്റ്റ് ആയി പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ എൻട്രോപ്പി ഓഫ് ദി സിസ്റ്റവും ഒരു ക്രൈറ്റീരിയ അല്ല. എന്തിനൊരു ക്രൈറ്റീരിയ അല്ല, നമ്മുടെ സ്പോണ്ടേനിറ്റിന് ഒരു ക്രൈറ്റീരിയ അല്ല. അപ്പോൾ എന്താണ് ആക്ച്വൽ ക്രൈറ്റീരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സിൻ്റെ എൻട്രോപ്പി എവിടെയൊക്കെ കൂടുന്നുണ്ടോ അല്ലെങ്കിൽ എവിടെയൊക്കെ കൂടാൻ സാധ്യതയുണ്ടോ ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ, അതിനനുസരിച്ച് മാത്രമേ ഒരു റിയാക്ഷൻ നടക്കുകയുള്ളൂ. അപ്പം അതായത് ഏതെങ്കിലും ഒരു റിയാക്ഷനിൽ എന്താണ് യൂണിവേഴ്സിന് എൻട്രോപ്പി കൂടുന്നുണ്ടെങ്കിൽ അത് എന്തായാലും യൂണിവേഴ്സ് അലോ ചെയ്യും ആ റിയാക്ഷൻ നടക്കാൻ. എന്നാൽ നമ്മൾ അത്തരത്തിലുള്ള റിയാക്ഷൻസ് നമുക്ക് പറയാൻ പറ്റും, സ്പോണ്ടേനിയസ് റിയാക്ഷൻസും പറയാൻ പറ്റും. സോ ഇതാണ് എന്താണ് എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് ഈസ് ദി ക്രൈറ്റീരിയ ഫോർ change in entropy of the universe is the criteria for spontaneity. That means entropy of universe means entropy of the system plus entropy of the surroundings. അത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ റിയാക്ഷൻ എന്താണ്, ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയാൻ പറ്റും. അതാണ് ക്രൈറ്റീരിയ.